ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. 2600 വായിക്കുന്നതിന് മുമ്പ് 2616 അവസാന ഭാഗത്ത് പറയുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. കണ്ടോ? ഈശോ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു. എന്താണ് 3 മാനങ്ങൾ? നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, ശ്രവിക്കുന്നു. അതുകൊണ്ട് അവിടുന്നിൽ നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റുപറയാം. ഭയങ്കര വലിയ രഹസ്യമല്ലേ ഇത്? നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു, ഞാൻ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇത്ര ദിവസം പ്രാർത്ഥിച്ചു, ഇത്ര ഉപവസിച്ചു, ഇത്ര കൊന്ത ചൊല്ലി, ഇത്ര കുർബാന ചൊല്ലി, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി, പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് ആ കിണറ്റിൻകരയിൽ ഈശോ വെള്ളം ചോദിച്ച് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് കുടിക്കാൻ തരുമോ? പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് യേശുവിൽ നിന്ന് തന്നെയാണ്. യേശുവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാനതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ. അപ്പോൾ ഈശോ എന്തിനാണ് വന്നത്? ഈശോ രാജാവായിട്ട് വന്നു, കഴുതപ്പുറത്ത് വന്നു, അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചു. ഇതിൻ്റെയും ഒറ്റ വാക്ക് എന്താണ്? ശുശ്രൂഷയാണ്. ഈശോയുടെ രാജകീയത്വം, പൗരോഹിത്യം, പ്രവാചകത്വം ശുശ്രൂഷ പൗരോഹിത്യമാണ്, ശുശ്രൂഷ രാജകീയത്വമാണ്. ശുശ്രൂഷിക്കാനാണ് വന്നത്. ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ഇത് നമ്മളെല്ലാവരും ശുശ്രൂഷ എന്ന് പറയുന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, എനിക്കിന്ന് ശുശ്രൂഷയുണ്ട്, ഇന്നെനിക്കൊരു ശുശ്രൂഷയുണ്ട്, അയ്യോ ഇന്നെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുണ്ട് ഇന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ദൗത്യം ഉത്ഭവിക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയിൽ നിന്നാണ്. യേശുവാണ് ആദ്യത്തെ ശുശ്രൂഷകൻ. എന്നാൽ ദൈവം തന്നെയാണ് മനുഷ്യനായി വന്ന് എന്തിനു വന്നു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയും. 2600 ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും പ്രാർത്ഥനയുടെ അർത്ഥവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഊന്നി പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? പൗരോഹിത്യ ശുശ്രൂഷയാണ്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളുടെയും ചിഹ്നങ്ങൾ എന്താണ്? മത്തായിയുടെ ചിഹ്നം മനുഷ്യൻ, ചിറകുള്ള മനുഷ്യൻ, യേശുവിൻ്റെ മനുഷ്യത്വമാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷം ചിറകുള്ള സിംഹം, യേശുവിൻ്റെ ദൈവത്വമാണ്. ലൂക്കായുടെ സുവിശേഷം ചിറകുള്ള കാള ശുശ്രൂഷയുടെ ചിഹ്നമാണ്. കാള സകല ഭാരവും ചുമന്ന് നമുക്ക് വേണ്ടി എന്തും ചെയ്യും. അവസാനം തന്നെ കാള അറക്കാൻ വിട്ടുകൊടുക്കും. പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. കഴുകൻ ഉയർന്ന് പറക്കുന്നു. വലിയ വെളിപാടുകളും ദൈവിക രഹസ്യങ്ങളുടെയും ശുശ്രൂഷയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും പ്രാർത്ഥനയുടെ അർത്ഥവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഊന്നിപ്പറയുന്നുണ്ട്. തൻ്റെ ദൗത്യ നിർവഹണത്തിലെ നിർണായകമായ നിമിഷങ്ങൾക്ക് മുൻപ് യേശു പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നമുക്ക് കാണാം, നിർണായകമായ സംഭവങ്ങളുടെ സമയത്തെല്ലാം യേശു ശക്തമായി പ്രാർത്ഥിക്കുന്നു.
ആദ്യത്തെ ഏറ്റവും പ്രധാന സംഭവമാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിൻ്റെയും പിന്നെ മറ്റൊരു സംഭവമാണ് താബോർ മലയിൽ രൂപാന്തരീകരണത്തിൻ്റെയും അവസരത്തിൽ സ്വപിതാവ് അവിടത്തേക്ക് നൽകിയ സാക്ഷ്യത്തിന് മുൻപും തൻ്റെ പീഠാനുഭവം വഴി പിതാവിൻ്റെ സ്നേഹപദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപും, അത് ഗെത്സമനിയിലാണ്. ഇപ്പോൾ ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 3 പാരഗ്രാഫ് 535 ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്, 554 രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്, 612 ഗെത്സമനിയിലെ പീഠാനുഭവ സമയത്തുള്ള പ്രാർത്ഥനയാണ്. 43 ലൂക്ക 3:21, ലൂക്ക 9:28, ലൂക്ക 22:32. ഈശോയുടെ ജീവിതത്തിലെ പരസ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാന 3 കാര്യങ്ങളാണ്. ഒന്ന് ഈശോ ജ്ഞാനസ്നാന സമയത്ത്, ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത്, ഈശോയുടെ പീഡാസഹന സമയത്തെല്ലാം ഈശോ പ്രാർത്ഥിച്ചു. ഇനി അതിനുശേഷം എഴുതിയിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ നിമിഷങ്ങൾക്ക് മുൻപും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ഓരോരുത്തരെ വിളിച്ചു. പത്രോസെ ഞുവായോ, തോമാസെ ഞുവായോ, യോഹന്നാനെ ഞുവായോ, 12 പേരെ തിരഞ്ഞെടുത്തു. കണ്ടോ? അപ്പോൾ ആ പ്രാർത്ഥനാ സമയത്തെല്ലാം പിതാവ് പറയുകയാണ് ഇന്ന ആൾക്കാരാണ് അപ്പസ്തോലനാകേണ്ടത്. 12 പേരെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തപ്പോഴും അവിടുന്ന് ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റു പറയുന്നതിന് മുമ്പും, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളിൽ ഈശോ ചോദിച്ചു, എന്താ ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ അതിനു മുമ്പും അതാ ഈശോ താബോർ മലയിൽ രൂപാന്തരീകരിക്കുവാൻ പോകുന്നതിന് മുൻപുള്ള സംഭവമാണ്. അപ്പോഴും ഈശോ പ്രാർത്ഥിക്കുന്നു. പ്രധാന സംഭവങ്ങളാണിതെല്ലാം. അപ്പസ്തോല പ്രമുഖൻ്റെ വിശ്വാസം പ്രലോഭനത്തിൽപ്പെട്ട് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. പത്രോസേ, നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിക്കും. കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിച്ചിരിക്കും. ഇല്ലാത്താവേ, അയ്യോ ഞാനോ? ഒരിക്കലുമില്ല. കണ്ടോ? ഈശോനറിയാമായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനാ പ്രാർത്ഥിച്ചത്? തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയല്ല. ക്ഷമിക്കണം, ഞാൻ ചിരിച്ചു പോകുന്നതിനെക്കുറിച്ച്. ഈശോ ആ തിരസ്കരണം ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? അത് പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ്. എന്നാൽ നീ പരാജയപ്പെടാതെ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിശാച് നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റും, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ടോ? അതുകൊണ്ട് നീ വീണു പോകില്ല, നീ തിരിച്ചു വരും. നീ തിരിച്ചു വരുമ്പോൾ നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തും. കണ്ടോ? എന്തോ ഒരു പ്രാർത്ഥനയാണത്. പിതാവ് തന്നോട് നിറവേറ്റാനായി ആവശ്യപ്പെട്ട രക്ഷാകര സംഭവങ്ങൾക്ക് മുൻപ് യേശു അർപ്പിച്ച പ്രാർത്ഥന. അതാണ് ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥന. സ്നേഹസാന്ദ്രമായ പിതൃഹിതത്തിന് മുമ്പിൽ അവിടുത്തെ മാനുഷിക ഹിതത്തിൻ്റെ വിനീതവും വിശ്വാസപൂർണവുമായ സമർപ്പണമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തിലെ എല്ലാ പ്രധാന ഘട്ടങ്ങളും കവർ ചെയ്തു. ഈശോയുടെ ജ്ഞാനസ്നാനം, ഈശോയുടെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലൂക്ക 6-ാം അധ്യായത്തിൽ, ഈശോ രൂപാന്തരപ്പെടുന്നതിന് മുൻപ്, പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, രൂപാന്തരീകരണ സമയത്ത്, പിന്നെ ഏറ്റവും പ്രധാനമായി ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥനയായിട്ട് പീഡാനുഭവ അന്ത്യത്താഴത്തിന് ശേഷം പിന്നെ ഗെത്സമനി. അപ്പോൾ ഇതാണ് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സംഭവങ്ങൾ.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈശോ അതിന് മുൻപ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും ദൈവത്തിൽ നിന്ന് നമുക്ക് മുൻകൂർ ലഭിക്കുന്നതാണ്. ഇനി 22:44, അപ്പോൾ 22:43, 42 മുതൽ, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണേ. പ്രാർത്ഥിക്കുകയാണ് ഈശോ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറ്റട്ടെ. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന പ്രശ്നം. നമ്മളധികം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹിതം, നമ്മളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ ക്രൂസ് പറഞ്ഞ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതിപ്പോൾ ഒന്ന് പറയാൻ തോന്നുകയാണ്. അതിങ്ങനെയാണ്, ഇത് കർമ്മല മലകയറ്റത്തിൽ ഉള്ള ഒരു എഴുതിയിരിക്കുന്നതാണ് യോഹന്നാൻ ക്രൂസ്. നമ്മൾ യോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല മലകയറ്റം എന്നൊക്കെ പറയാം, അയ്യോ അതൊന്നും നമുക്ക് വായിക്കാൻ കൊള്ളില്ല, അതൊക്കെ വലിയ വലിയ കന്യാസ്ത്രീമാർക്കോ അച്ഛന്മാർക്കോ ഉള്ളതാണ്. അങ്ങനെയല്ലേ അല്ല, ഇത് നമുക്ക് യോഹന്നാൻ ക്രൂസിൻ്റെ എല്ലാ പ്രബോധനങ്ങളും ഏത് സാധാരണ മനുഷ്യർക്കും മനസ്സിലാകുന്നതാകുന്നു. അതാണ് പ്രത്യേകത. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ കഥ കേട്ടാൽ മനസ്സിലാവും. യോഹന്നാൻ ക്രൂസ് പിതാവ് പറയാണ്, ഒരമ്മ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ എൻ്റെ കൊച്ചു മോൾക്ക് കഴിക്കാൻ ഈ ഭക്ഷണം ശരിയാവില്ലല്ലോ, അവൾക്ക് വേണ്ടി പ്രത്യേകിച്ച് വേറെ ഭക്ഷണം ഉണ്ടാക്കണം. അതുകൊണ്ട് ആ കൊച്ചു മകൾക്ക് വേണ്ടി അമ്മ വേറെ ഒരു വിഭവം ഉണ്ടാക്കി. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തോടെ രണ്ടാമത് അമ്മ കുക്ക് ചെയ്തു. ഇത് എൻ്റെ കൊച്ചിന് വേണ്ടി മാത്രമാണ്, എനിക്കത് വേണ്ട, എനിക്ക് മമ്മിയും പപ്പയും കഴിക്കണം മതി. അതിങ്ങനെ കരച്ചിലോട് കരച്ചിലായി. അതിനത് വേണ്ട എന്നാണ് പറയണത്. എന്തു ചെയ്യും? അവസാനം പപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ അത് ചോദിക്കണത് അങ്ങ് കൊടുക്ക്, കേസ് അവസാനിക്കട്ടെ, അല്ലെങ്കിൽ അതൊന്നും കഴിച്ചില്ലെന്ന് വരും. യോഹന്നാൻ ക്രൂസ് പിതാവ് പ്രാർത്ഥനയുടെ വേദപാരംഗതനായ യോഹന്നാൻ ക്രൂസ് പിതാവ് പറയുകയാണ്, നമ്മുടെ അധികം പേരുടെയും പ്രാർത്ഥന ഇതുപോലെയാണ്. നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടണം, ഇന്നത് കിട്ടണം. അത് കർത്താവ് അങ്ങ് തരികയാണ്, കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയിരിക്കുന്ന ആ വിഭവം അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു നിർണായക ഭാഗത്ത് ഈശോ പറയുകയാണ്, പിതാവേ, ഈശോയും പ്രാർത്ഥിക്കുകയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് തായോ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. എന്നിട്ട് ഉടനെ ഈശോ തിരിച്ചെടുക്കുകയാണത്. ഈശോ തിരിച്ചെടുക്കുകയാണ്, എങ്കിലും എൻ്റെ ഹിതമല്ല, വേണ്ട, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അതാണ് കൺസോളിംഗ് ഏഞ്ചൽ എന്ന് പറയും. നമ്മളുടെ അതിഭയാനകമായ സമയത്ത് അത് കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് തരുന്നത്. അതിനെ നമുക്ക് താങ്ങാൻ പറ്റാത്ത സമയം വരുമ്പോൾ ദൈവം തന്നെ താങ്ങിന് വേണ്ടി ഒരു ദൂതനെ അയക്കുന്നു, ഒരു മാലാഖ അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. എങ്കിലും ഇതെടുത്ത് മാറ്റുന്നില്ല. ഞാൻ ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക് വിടുന്നു, സുവിശേഷം പ്രഘോഷിക്കുക. എന്താണ് അതിർത്തി എന്ന് പറയുന്നത്? അതിർത്തിയാണ് ആക്രമണത്തിൻ്റെ സ്ഥലം, അതിർത്തിയാണ് പോരാട്ടത്തിൻ്റെ സ്ഥലം, അതിർത്തിയാണ് യുദ്ധത്തിൻ്റെ സ്ഥലം. അതാണ് ഒരു ഭൗതികമായ ലോകത്തിൻ്റെ ഒരു അതിർത്തി എന്നല്ല അതിനർത്ഥം. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്നു ഞാൻ
ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അപ്പൊ ഈ ഗത്സമനി തന്നെയാണത്. എന്താണ് ഗത്സമനിയിൽ? ഗത്സമനിയിൽ ഇപ്പോ പോരാട്ടമാണ്, വലിയ പോരാട്ടം. മനുഷ്യന്റെ വംശത്തിന്റെ മുഴുവൻ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തിരിക്കുന്നു, തൻ്റെ മേലേക്ക് അങ്ങ് കൊടുത്തിരിക്കുന്നു പിതാവ്. അത് 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 സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ പോരാട്ടം, അവിടെ വലിയ പ്രലോഭനമുണ്ടാകുന്നു. ആ പോരാട്ടത്തിൻ്റെ അവസ്ഥയാണ് അതിർത്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ലോകത്തിൻ്റെ, ഇപ്പോൾ കേരളത്തിലുള്ളവർ അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകുക എന്നുള്ള ഒരു ഭൗതികമായ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു പോക്കല്ല. അതും ആയിരിക്കാം, പക്ഷേ അതിനേക്കാൾ ഉപരി എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഹൃദയത്തിൽ. വരുവിൻ, നമ്മൾ ഇനി ഇതിൻ്റെ പാരഗ്രാഫിൻ്റെ മാർജിനൽ പാരഗ്രാഫ് 535 പോകാം. 535 ഈശോയുടെ മാമോദീസയാണ്, യേശുവിൻ്റെ മാമോദീസ. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ്. യോർദാൻ നദിയിൽ വെച്ച് സ്നാപയോഹന്നാനിൽ നിന്ന് സ്വീകരിച്ച മാമോദീസയാണ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം. ഉണ്ടോ? പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം. പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ മാമോദീസയാണ് യോഹന്നാൻ പ്രസംഗിച്ചിരുന്നത്. ചുങ്കക്കാരും പടയാളികളും ഫരിസേയരും സദ്ദുക്കായരും വേശ്യകളും അടങ്ങിയ പാപികളുടെ കൂട്ടം മനസ്സിലാകണം. ആ കൂട്ടം അവിടെ ക്യൂ നിൽക്കുകയാണ് യോഹന്നാനിൽ നിന്നും ഈ അനുതാപത്തിൻ്റെ മാമോദീസ സ്വീകരിക്കാൻ. അനുതാപത്തിൻ്റെ മാമോദീസ, ആ മാമോദീസ അല്ല നമ്മൾ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അനുതാപത്തിൻ്റെ ആ മാമോദീസ സ്വീകരിക്കാൻ അങ്ങനെ വേശ്യകളും പാപികളും ചുങ്കക്കാരും ക്യൂ നിൽക്കണ ആ ക്യൂവിൽ ഇതാ ഒരാൾ വന്ന് നിൽക്കണു. ആരാണ്? നസ്രായനായ ഈശോ. നോക്കുന്നവർക്ക് ഇയാൾ നമ്മുടെ ആ ഔസേപ്പിൻ്റെ മോനാണ്. പക്ഷേ ഈ നസ്രായനായ ഈശോ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവപുത്രനായ ആ ഈശോ നമ്മളെപ്പോലെ ഒരു പാപിയായിട്ട് ആ ക്യൂവിൽ നിൽക്കുന്നതൊന്ന് മനസ്സിൽ കാണുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വന്നു. അപ്പോൾ യേശു അടങ്ങിയ പാപികളുടെ കൂട്ടം, ചുങ്കക്കാരും പടയാളികളും ഫരിസേയരും സദ്ദുക്കായരും വേശ്യകളും അടങ്ങിയ പാപികളുടെ കൂട്ടം അദ്ദേഹത്തിൽ നിന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വന്നു. അപ്പോൾ യേശുവും അവിടെ വന്നു. അതാണ് ആ ലൈനിൽ യേശു നിൽക്കണമെന്ന് പറഞ്ഞത്. യേശുവിന് മാമോദീസ നൽകുവാൻ യോഹന്നാൻ മടിക്കുന്നു. കണ്ടോ? യോഹന്നാൻ അവിടെ മനസ്സിലാകുന്നു ഇയാൾ ആരാണ്. എന്നാൽ യേശു നിർബന്ധിക്കുകയും യേശു പറഞ്ഞു, ഇപ്പം നീ ഇത് ചെയ്യൂ, എല്ലാ നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി ഇത് വേണം, ഇത് ആവശ്യമാണ്. അപ്പോൾ എന്തിനാണ് ഈശോ അത് പറയണത്? യോഹന്നാനോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നീ മാമോദീസ നൽകുമ്പോൾ ആരിലാണ് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുന്നത് കാണുന്നത്? അവനാണ് ദൈവപുത്രൻ, അവനാണ് അഭിഷിക്തൻ. ഈ സാക്ഷ്യമാണ് ഇനി യേശുവിനെ പരിചയപ്പെടുത്തുന്ന, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ആദ്യം സുവിശേഷം ആരംഭിക്കുന്നത്. ആരാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്? ഒരാൾ മാത്രമേ ഇവിടെ യേശുവിനെ കുറിച്ച് അറിവുള്ള ഒരാളുള്ളൂ, യോഹന്നാനാണ്. അതാണ് യോഹന്നാൻ മൗന്താന, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഈ യോഹന്നാൻ മൗന്താനെ അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതും ഈശോ തന്നെയാണ്. ഈശോ തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ അങ്ങ് കടന്നു ചെല്ലുകയാണ്. ഈശോയെ മാതാവ് മറിയം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മറിയം
ഈശോയുമായിട്ട് ഇതാ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വിസിറ്റേഷൻ. എന്തിനാണ് എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നത്? നമ്മൾ സാധാരണ കൊന്തയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, മാതാവ് എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നു. തീർച്ചയായിട്ടും ശുശ്രൂഷിക്കാനാണ്. 3 മാസം അവിടെ അവളെ ശുശ്രൂഷിച്ചു. എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഘടകം, ഗബ്രിയേൽ മാലാഖ യോഹന്നാൻ്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സക്കറിയായോട് പറഞ്ഞു, നീ ഇവനെ യോഹന്നാൻ എന്ന് പേരിടണം. അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അപ്പോൾ ആ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നത് ഈ ഈശോ തന്നെയാണ്. ഈ ഈശോ തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഗർഭവും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അങ്ങനെ യോഹന്നാൻ മൗന്താന പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യോഹന്നാൻ മൗന്താനയ്ക്ക് ദൈവിക വെളിപാടുകളെല്ലാം ഉണ്ടാകുന്നു. ഈശോയെക്കുറിച്ചുള്ള വെളിപാടുകൾക്ക് ഈ യോഹന്നാൻ മൗന്താനയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു, നീ എന്താ എൻ്റെ അടുത്ത് വന്നിരിക്കണേ? ഇല്ല, ഇപ്പം നീ ഇത് ചെയ്യേ, ഞാൻ വേണ്ടാതിരുന്നത് ചെയ്തോ. അങ്ങനെ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വരികയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. ഇതും സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കണം. 2-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ വചനമാണിത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതൊക്കെ സങ്കീർത്തനത്തിൽ തന്നെ ഉള്ളതാണ്. ഇത് യേശുവിനെ ഇസ്രായേലിൻ്റെ മിശിഹായും ദൈവപുത്രനുമായി ലോകത്തിന് വെളിപ്പെടുത്തുന്ന അവിടുത്തെ ധനഹ പ്രത്യക്ഷീകരണമാണ്. അതുകൊണ്ടാണ് സീറോ മലബാർ ആരാധനാക്രമത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് ഇതാ സർവാധിപനാം കർത്താവ് എന്ന് പാടുമ്പോൾ മദ്ബഹായുടെ വിരി മാറുന്നു. അത് ആരാധനാ വത്സരത്തിലെയും യേശുവിൻ്റെ ജീവിതത്തിലെയും വലിയൊരു സംഭവമാണ്. പ്രത്യക്ഷീകരണം. സ്വർഗം തുറക്കപ്പെടുന്നു. മദ്ബഹായി ലൈറ്റുകൾ വരുന്നു. മദ്ബഹായി ധൂമിക്കുന്നു. സ്വർഗീയമായ വലിയ അനുഭവം. ഇതാ പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പുത്രൻ ഇതാ ജോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുന്നു. ശരിക്കും ത്രിത്വൈക ദൈവം വിസിബിളായിട്ട് കാണുന്ന ഒരേ ഒരു രംഗമാണ് ബൈബിളിലെ ഈ സമയം. ഓക്കെ, അങ്ങനെ ഇവിടെയെല്ലാം ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അവൻ സ്നാനം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് സ്വർഗം തുറന്നത്. 554 രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. 554 സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം, രൂപാന്തരീകരണം. യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് വിശ്വാസ പ്രഖ്യാപനം ചെയ്തത് മുതൽ അവിടുന്ന് തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും ഞാൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിക്കാൻ തുടങ്ങി. പത്രോസ് ഈ പ്രവചനത്തെ തള്ളിക്കളയുന്നു. ഇത് മനസ്സിലാക്കുന്നതിൽ മറ്റു ശിഷ്യരും അവനേക്കാൾ ഭേദമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ന രഹസ്യാത്മക സംഭവം ഉയർന്ന ഒരു മലയിൽ നടക്കുന്നത്. അവിടുന്ന് തിരഞ്ഞെടുത്ത പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 സാക്ഷികളുടെ മുൻപിലാണ് സംഭവിച്ചത്. യേശുവിൻ്റെ മുഖവും വസ്ത്രങ്ങളും കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ മുങ്ങി. മോശയും ഏലിയായും ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവിടുത്തെ കടന്നുപോകലിനെ കുറിച്ച് സംസാരിച്ചു. ഒരു മേഘം അവിടുത്തെ മറയ്ക്കുകയും സ്വർഗീയമായൊരു സ്വരം മുഴങ്ങുകയും ചെയ്തു. ഇവൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രൻ, അവനെ ശ്രവിക്കുവിൻ. കണ്ടോ, ഇത് നമ്മളിവിടെ ഇപ്പോൾ ഇത് വായിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്.
എന്നാൽ അത് ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടില്ല. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കണം, ഈ സംഭവം എല്ലാം നടക്കുന്നതിന് മുമ്പ് യേശു പ്രാർത്ഥിക്കുന്നു. 290 മത്തായി 16:21 മത്തായി 16:21 നമുക്ക് കാണാൻ സാധിക്കും. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ മുഖം മാറി എന്നാണ് എഴുതിയിരിക്കുന്നുണ്ടോ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ ഒരു വലിയൊരു പ്രാർത്ഥനയായിരുന്നിരിക്കണം അത്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ മുഖം മാറി. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ, നമുക്കത് ഏതെങ്കിലും ഇപ്പോൾ കിട്ടിയത് ലൂക്കയാണ്. ലൂക്ക 9 വായിക്കാം. ലൂക്ക 9:28. യേശു ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. കണ്ടോ, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ആ ഇൻറ്റൻസിറ്റി ഒന്ന് നോക്കൂ. എന്തോ ഒരു പ്രാർത്ഥനയാണത്. അപ്പം ഇത് തന്നെയാണ് നിരവധി വിശുദ്ധരുടെ അനുഭവം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം ആരെയും കൂട്ടിക്കൊണ്ട് പോകാതാണ്. ഇവിടെ യേശു എല്ലാ അപ്പസ്തോലന്മാരെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നിട്ടില്ല. കണ്ടോ, രഹസ്യമായിട്ടാണ് ഈശോയുടെ ചില പ്രാർത്ഥനകൾ. ഇവരെ 3 പേരെ കൂട്ടിക്കൊണ്ടു വന്നുള്ളൂ. എന്നാൽ ഫ്രാൻസിസ് അസീസി ആരെയും കൂട്ടിക്കൊണ്ടു പോകില്ല. കൂടെ ഉള്ളവരോട് പറയും, നിങ്ങൾ അടുത്ത് വരാൻ പാടില്ല, വരുന്നുണ്ടെങ്കിൽ ഒരു കല്ലെറിയണം, ഒരു കല്ലേറ് ദൂരെ നിൽക്കാനേ പാടുള്ളൂ. അതായത് ഈ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ആരും കാണരുതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അമ്മ ത്രേസ്യയെല്ലാം പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു. പാതിരി പിയോ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം. അപ്പോൾ ഈ യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ രൂപാന്തരീകരണ അനുഭവങ്ങൾ പോലെ തന്നെ നമ്മളെല്ലാവർക്കും ഉണ്ടാകാം. നമ്മൾ മിസ്റ്റിക്സ് എന്നാണ് പറയുക, മിസ്റ്റിക്സ്. അങ്ങനെ മിസ്റ്റിക്കലായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പഞ്ചക്ഷതത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആ ദൈവഹിതമനുസരിച്ചുള്ള പ്രാർത്ഥനയാകുമ്പോൾ ഈശോയ്ക്കുണ്ടായ പോലെയുള്ള തന്നെ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ആ ലെവലിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. ഈ വിശുദ്ധരെല്ലാവരുടെയും ജീവിതം അതാണ്. നമ്മുടെ കുപ്പർട്ടീനോ, വിശുദ്ധ കുപ്പർട്ടീനോ, ഒരു സാധാരണ എല്ലാവരും അദ്ദേഹത്തെ ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് പറഞ്ഞ് തള്ളി ചാണകം വാരാൻ വേണ്ടി തൊഴുത്തിൽ വിട്ടു. എന്നാൽ ഈ കുപ്പർട്ടീനോ ആണ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് മയങ്ങി ഒരു സമാധിയിലേക്ക് അങ്ങ് പോകും. പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങ് പൊങ്ങി അങ്ങ് പോകും. കണ്ടോ, സ്വർഗാരോഹണത്തിൻ്റെ അവസ്ഥ. അപ്പോൾ സഭയുടെ എല്ലാ വിശുദ്ധരിലും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള വിശുദ്ധരായാലും ഇവർക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ വളരെ അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരിയം ത്രേസ്യ അല്ലെങ്കിൽ അൽഫോൻസാമ്മ, മരിയം ത്രേസ്യ, ചാവറ അച്ഛൻ, ഇവരെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം ആ വിശുദ്ധരുടെ പദവിയിലേക്ക് വന്നത്. എന്നാൽ അതുപോലെ തന്നെ അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ട് സഭയിൽ. അപ്പോൾ നമ്മൾ ഈശോയുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ഈശോക്കുണ്ടായ അതേ അനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ വ്യത്യസ്ത രീതിയിൽ സാധ്യതകളുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് 612 ഈശോയുടെ പീഡാനുഭവം. ഗത്സമനിയിലെ തീവ്രവേദന. യേശു അന്ത്യ അത്താഴത്തിൽ തന്നെ സമർപ്പിച്ചപ്പോൾ, കണ്ടോ, അവിടെ വെച്ച് തന്നെ യേശു ഈ പീഡാനുഭവം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതാണ് അന്ത്യ അത്താഴത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപനം എന്ന് പറയുന്നത്. അവിടെ പീഡാനുഭവം യേശു ഏറ്റെടുത്തു ആത്മാവിൽ. എന്നിട്ട് അത് നടക്കുന്നത് അടുത്ത ദിവസമാണെന്നുള്ളൂ. അന്ത്യത്താഴത്തിൽ
തന്നെ സമർപ്പിച്ചപ്പോൾ മുൻകൂട്ടി സ്വീകരിച്ച പുതിയ ഉടമ്പടിയുടെ കാസ ഏറ്റെടുത്തു. പിന്നീട് ഗെത്സമനിൽ വെച്ചുണ്ടായ തീവ്രവേദനയിൽ മരണം വരെ അനുസ്മരണമുള്ളവനായിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് സ്വീകരിച്ചു. അത് ആ തീവ്രവേദന, മരണം പോലെയുള്ള വേദന അവിടെ സ്വീകരിച്ചു. രക്തം വിയർത്തു. എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങനെ തൻ്റെ മനുഷ്യ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മരണം ഉളവാക്കിയ ഭീകരത അവിടെ നിന്ന് വ്യക്തമാക്കുന്നു. നമ്മുടേതെന്ന പോലെ അവിടുത്തെ മനുഷ്യ പ്രകൃതി നിത്യജീവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിന് നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമുണ്ട്. മരണത്തിൻ്റെ കാരണമായ പാപത്തിൽ നിന്ന് അത് പൂർണ്ണമായും വിമുക്തമായിരുന്നു. നമ്മുടെ മനുഷ്യപ്രകൃതിയിൽ പാപമുണ്ട്. എന്നാൽ യേശുവിൻ്റെ മനുഷ്യപ്രകൃതിയിൽ പാപം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പാപമുണ്ടായിട്ടില്ല. സർവോപരി അവിടുത്തെ മനുഷ്യപ്രകൃതി ജീവൻ്റെ കാരണമായവൻ്റെ, സജീവനായവൻ്റെ ദൈവപ്രകൃതിയാൽ ആദാനം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അവിടുത്തെ മനുഷ്യപ്രകൃതിയോടൊപ്പം തന്നെ ദൈവപ്രകൃതി ചേർന്നിരിക്കുകയാണ്. ദൈവവും മനുഷ്യനുമാം അല്ലോ, മനുഷ്യനാണ്. എന്നാൽ അതേ സമയത്ത് ആ മനുഷ്യപ്രകൃതി ത്രിത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനുമായിട്ടൊന്നിച്ചാണായിരിക്കുന്നത്. പിതാവിൻ്റെ ഹിതം നിറവേറ്റണം എന്ന് തൻ്റെ മാനുഷിക മനസ്സിൽ നിശ്ചയിക്കുന്നത് വഴി, അതാണ് തൻ്റെ മാനുഷിക മനസ്സിൽ ഒരു മൽപ്പിടുത്തം, പിതാവിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് ആ വേദന കൊണ്ട് അത് പിതാവേ കഴിയുമെങ്കിൽ ഇത് മാറ്റണം എന്ന് പറയുന്ന അത്രയ്ക്ക് ഭയാനകമായ വേദനയാണ് തരുന്നത്. ഈ ഭയാനകമായ വേദനയാണ് ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്കുള്ളത്. ഈ ഭയാനകമായ വേദനയാണ്. തൻ്റെ മാനുഷിക മനസ്സിൽ നിശ്ചയിക്കുന്നത് വഴി, എന്നാൽ അത് സ്വീകരിക്കുകയാണ് അവസാനം. പിതാവേ, എങ്കിലും അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് തൻ്റെ മാനുഷിക മനസ്സിൽ നിശ്ചയിക്കുന്നത് വഴി തൻ്റെ മരണത്തെ രക്ഷാകരമായി അവിടുന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവർ കുരിശിലേറി. ഇപ്പം ഇവിടെയും പറയാത്തൊരു കാര്യം എന്താ? ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈശോ പ്രാർത്ഥിച്ചു. ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ, പ്രലോഭനത്തിൽ വീഴാതെ ഉണർന്നിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എന്നിട്ട് അവൻ സാഷ്ടാംഗം വീട് കിടന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 36 വചനത്തിലേക്ക് അവൻ സാഷ്ടാംഗം വീണു കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. രക്തം വിയർക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പിന്നെ ചെന്ന് നോക്കുമ്പോൾ അവർ കിടന്ന് നല്ല ഉറക്കമാണ്. നിങ്ങളെന്താ പ്രാർത്ഥിക്കുന്നില്ലേ? വീണ്ടും വന്ന് അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ വിഷയത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭയാനകമായ അവസ്ഥ വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുകയോ നമ്മൾ ആരെയും ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. പിതാവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. പിതാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാനപാത്രം നമുക്ക് തരുന്നത്. ഇനി അടുത്തത് 858 858 പറയുന്നത് അപ്പസ്തോലന്മാരുടെ ദൗത്യമാണ്. യേശു പിതാവിൻ്റെ ദൗത്യവാഹകനാണ്. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതലേ അവിടുന്ന് തനിക്കിഷ്ടമുള്ളവരെ അവിടത്തേക്ക് വിളിച്ചു. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. തന്നോടുകൂടി ആയിരിക്കാനും. കണ്ടോ, എന്തിനാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വേണ്ടി അവിടുന്ന് 12 പേരെ നിയോഗിച്ചു. അപ്പോൾ മുതൽ അവർ അവിടുത്തെ ദൗത്യവാഹകർ, ഗ്രീക്ക് ഭാഷയിൽ അപ്പസ്റ്റോലോയി ആയിരിക്കും. അവിടെ അവരിലൂടെ തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടരുന്നു.
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ അവരുടെ ശുശ്രൂഷ അവിടുത്തെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. അവിടെ നിന്ന് 12 പേരോട് പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെയും പ്രാർത്ഥിച്ച കാര്യം ഇവിടെ എഴുതിയിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. ഈ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് 442. അതുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് 442. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുത ഇങ്ങനെയല്ല. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാവുന്നു എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ ഈശോ നൽകിയ ഗംഭീരമായ മറുപടി തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നു. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അതുപോലെ ഡമാസ്കലേക്കുള്ള വഴിയിൽ വെച്ച് തനിക്കുണ്ടായ മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നു, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ വേർതിരിച്ചവനും തൻ്റെ കൃപയാൽ എന്നെ വിളിച്ചവനുമായവൻ, ഞാൻ വിജാതീയരോട് പ്രഘോഷിക്കേണ്ടതിന് തൻ്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്തുവാൻ തിരുവിഷ്ടമായപ്പോൾ തുടർന്ന് യേശു ദൈവപുത്രനാണെന്ന് അദ്ദേഹം സിനഗോഗുകളിൽ പ്രഘോഷിക്കുന്നു. സഭയുടെ അടിസ്ഥാനമെന്ന നിലയിൽ പത്രോസ് ആദ്യം നടത്തിയ വിശ്വാസ പ്രഖ്യാപനം ആരംഭം മുതലേ അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നു. അപ്പോൾ പത്രോസ് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപും ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഭാഗം കംപ്ലീറ്റ് ആക്കി, 2600 കംപ്ലീറ്റ് ആക്കി. വരുവിൻ, ഈശോയുടെ രക്ഷാകര ദൗത്യവും പരസ്യ ജീവിതവും ത്തിൻ്റെയും എല്ലാം ചാലക ശക്തി ഈശോയുടെ പ്രാർത്ഥനയാണ്. വരുവിൻ, നമുക്ക് അതേ പ്രാർത്ഥനാ ലഹരി നമ്മളെല്ലാവരിലും ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം.